അജിത ചേച്ചി എപ്പോഴും യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലെ എല്ലാവരെയും കൂട്ടി യാത്രകൾ പോവാറുണ്ട്. അപ്പോൾ ഞാനും അവരൊക്കെ തന്നെയാണ് യാത്ര കോർഡിനേറ്റ് ചെയ്യാറ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു സ്ഥലം വരെ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു, നമ്മളുടെ കുടുംബത്തിലെല്ലാവരെയും കൂട്ടിയിട്ടുള്ള യാത്ര കഴിഞ്ഞ വർഷം ഈ സമയത്തല്ലേ പോയത്, അപ്പോൾ നമുക്ക് പോകണ്ടേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ പേപ്പർ വാല്യുവേഷൻ്റെ തിരക്കിലാണ്, അപ്പോൾ അത് കഴിഞ്ഞ് 2-ാം തീയതിക്ക് ശേഷം നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങളെല്ലാവരും കുടുംബം എല്ലാവരും കൂടി പോകാറുണ്ട്. ഞങ്ങൾ വലിയൊരു ഫാമിലിയാണ്, ചെറിയ ആൾക്കാരും പ്രായമുള്ള ആൾക്കാരൊക്കെ കൂട്ടി പോകാറുണ്ട്. അപ്പോൾ അത് കോർഡിനേറ്റ് ചെയ്യണ ഒരാളും കൂടിയാണ് അവർ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചർച്ച ചെയ്തത് മൂന്നാർ പോവാം, അതല്ലെങ്കിൽ ഊട്ടി പോവാം, പിന്നെ അല്ലെങ്കിൽ മൈസൂർ പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓരോ യാത്ര പറയുമ്പോഴും അവർ അതിൻ്റെ പ്ലസും മൈനസൊക്കെ പറഞ്ഞ് അപ്പോൾ നമുക്ക് അവസാനം ഈ ആഴ്ച തന്നെ ഫിക്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഇതായിരുന്നു പൊലിഞ്ഞുപോയ മനുഷ്യരെ കുറിച്ചുള്ള ഓർമ്മകൾ. 13 പേരാണ് യാത്ര തിരിച്ചത്. 13ാമത്തെ നമ്പർ വളവിൽ വെച്ചാണ് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയത്. 9ാമത്തെ വളവിലേക്ക് 300 അടി താഴ്ചയിലേക്ക് 13 പേർ പോകുമ്പോൾ ഒരു നാടിൻ്റെ ഹൃദയമാണ് ആ ചുരത്തിൽ അവർ ഉപേക്ഷിച്ചു പോയത്. തിരികെ മടങ്ങി വരുന്നത് ഒരൊറ്റ ടെമ്പോ ട്രാവലറിൽ പോയി 13 ആംബുലൻസുകളിലായി അവർ വരുന്നു എന്നുള്ള വാർത്ത ആ നാടിന് താങ്ങാൻ കഴിഞ്ഞില്ല. ആ നാട് ഒന്നാകെ ഒഴുകി ഒരു സമുദ്രമായി അവിടേക്ക് എത്തുകയാണ്. പുഴ പോലെ ഇപ്പോഴും ആളുകൾ വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. വലിയ ജനസാഗരമായി തീരുന്നു. 1 മണിക്കൂറാണ് നിശ്ചയിച്ചതെങ്കിലും 1 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും പാങ് ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള പൊതുദർശനം തുടരുകയാണ്. നമുക്കൊപ്പം സജു ദേവസ്യയുണ്ട്, ഒപ്പം VS രഞ്ജിത്തുമുണ്ട്. VS രഞ്ജിത്ത്, 13 പേർ യാത്ര പുറപ്പെടുന്നു. 13ാമത്തെ നമ്പർ വളവിൽ വെച്ച് ആ യാത്ര അവിടെ പൊലിഞ്ഞു പോകുന്നു. ഞെട്ടലോടുകൂടി ഒരു നാട് മുഴുവൻ അവരുടെ വിയോഗ വാർത്ത കേൾക്കുന്നു. ഇപ്പോൾ അവർക്ക് വിശ്വസിക്കാനാവുന്നില്ല തങ്ങളുടെ പ്രിയപ്പെട്ടവർ തങ്ങളെ വിട്ടുപോയി എന്നുള്ളത്. ഓരോരുത്തരെയും കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഈ നാടൊരു കുടുംബമായിരുന്നുവെന്നും ഈ മനുഷ്യർ ആ കുടുംബത്തിലെ അംഗങ്ങളായിരുന്നുവെന്നുമാണ് തോന്നുക. ഈ ചുട്ടുപൊള്ളുന്ന വെയിലിലും ഇപ്പോഴും അണമുറിയാത്ത ആൾപ്രവാഹമാണോ ഈ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് VS രഞ്ജിത്ത്? അതിലേറെ വേദനയുള്ളൊരു കാര്യം ഇനിയിപ്പോൾ വരുന്നവർക്ക് കാണാനുള്ളൊരു അവസരം ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഗേറ്റ് അടയ്ക്കുകയാണ്. ഇനിയിപ്പോൾ അകത്തുള്ള ഈ ഗ്രൗണ്ടിൽ പ്രവേശിച്ച ആളുകൾക്ക് മാത്രമേ കാണാനുള്ള അവസരമുള്ളൂ. കാരണം അത്രയും സമയം, നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞിരിക്കുന്നു. സമയം കഴിഞ്ഞിട്ടും ആരും ക്ഷണിക്കാത്ത കുറേ മനുഷ്യർ ഇവരിങ്ങനെ കാണാൻ വേണ്ടി അണമുറിയാതെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഈ പുറത്തേക്ക് പോകുന്ന ആളുകൾ, അത്രയും അധികം ആളുകൾ നേരത്തെ തന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞു. ഇപ്പോഴും ആ ഗ്രൗണ്ടിൽ ധാരാളം ആളുകൾ കൂടി നിൽക്കുന്നു. അവരൊക്കെ കണ്ട ശേഷം അവർക്കൊക്കെ കാണാനുള്ളൊരു അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കിയ ശേഷം അവരെയൊക്കെ വീടുകളിൽ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഒരു യാത്ര പോയതാണ്. അങ്ങനെ യാത്ര പോയി പിന്നെ ഒരു യാത്ര പറയാതെ അവർ മടങ്ങിപ്പോകുന്നത് പ്രതീക്ഷിക്കാത്ത ഒരു ബന്ധുക്കൾ, ഏറ്റവും വേണ്ടപ്പെട്ടവരുണ്ടല്ലോ, അവരൊക്കെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും വീട്ടിലേക്ക് പോവുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത്. അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുന്ന ബന്ധുക്കൾക്ക് ആ മൃതദേഹങ്ങൾ വിട്ടുകൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പൊതുദർശനം ഏറ്റവും വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ അധികൃതർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പാങ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല. ഗേറ്റ് ഒരു ഭാഗത്തുനിന്ന് പൂട്ടി ആ അകത്തേക്കുള്ള പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ വന്നു ചേരുന്ന ആളുകൾക്ക് അകത്ത് കടക്കാനോ കാണാനോ പറ്റില്ല. അതും വേദനയുള്ള കാര്യമാണ്. കാരണം അവസാനമായി ഒന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ച് അവർ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർക്ക് ഒരു യാത്രയയപ്പ് കൊടുക്കാൻ വേണ്ടി വന്നെത്തുന്നവർക്ക് കാണാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഏതായാലും നൂറുകണക്കിന് മനുഷ്യർ, ആരും ക്ഷണിക്കാതെ ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നു. അവരൊക്കെ മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോകുന്നവരൊക്കെ ഉള്ളുലഞ്ഞ് കണ്ണ് കലങ്ങിയാണ്, ഓർമ്മകളിൽ വിതുമ്പിക്കൊണ്ടാണ് നടന്നു പോകുന്നത്. അവർക്കൊക്കെ ഇനിയൊരു പക്ഷെ അവരെ കാണാൻ സാധിക്കില്ല. നേരത്തെ ഡോക്ടറിന് സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും PTA യോഗത്തിൽ വെച്ചോ, അല്ലെങ്കിൽ വാർഷികാഘോഷത്തിന്റെ ചടങ്ങുകളിൽ വെച്ചോ, അല്ലെങ്കിൽ നേരത്തെ പഠിപ്പിച്ചതിന്റെ ഓർമ്മകൾ, ക്ലാസ് മുറിയുടെ ഓർമ്മകളെ കുറിച്ചോ. രമണ ടീച്ചറൊക്കെ അല്പം കണിശക്കാരിയായിരുന്നു. ആശ ടീച്ചർ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ടീച്ചറായിരുന്നു. അപ്പോൾ കുറച്ച് കുട്ടികളോടൊക്കെ ഗർവിക്കുമായിരുന്നു. എന്നാലും ഇങ്ങനെ യാത്രകൾ പോകുമ്പോൾ കൂട്ടം കൂടിയിരിക്കുമ്പോഴൊക്കെ പാട്ടുപാടിയും അങ്ങനെയൊക്കെ കുട്ടികൾക്കൊപ്പം ചേരുന്ന ഒരു ടീച്ചറായിരുന്നു ആശ ടീച്ചർ. രമണ ടീച്ചറൊക്കെ ആണെങ്കിൽ 10-25 വർഷം ആ പാറമ്മൽ സ്കൂളിൽ പഠിപ്പിച്ചതിന്റെ അനുഭവവും ആ സ്നേഹവും ഒക്കെ ഉണ്ട്. ഒരമ്മയെപ്പോലെ കരുതലുണ്ടായിരുന്നു രമണ ടീച്ചർക്ക്. ആ ഓർമ്മകളൊക്കെയുള്ള ഒരു ഗ്രാമം മുഴുവൻ അവരെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക്
എത്തി എന്നുള്ളതാണ്. അവരൊക്കെ വിതിമ്പിക്കൊണ്ട് ഇറങ്ങിപ്പോവുകയാണ്. ഇനിയിപ്പോൾ വന്നു ചേരുന്നവർക്ക് കാണാൻ അവസരമില്ല എന്നതുകൂടി പറയട്ടെ. കാരണം ഇനിയിപ്പോൾ വന്നാൽ ഇനിയും ആളുകൾ തടിച്ചുകൂടിയാൽ ഇവരെ വീട്ടിലേക്ക് എത്തിക്കാനുള്ള സമയം വൈകും എന്നതുകൊണ്ട് തന്നെ അധികൃതർ ആ പൊതുദർശനത്തിന്റെ ചടങ്ങ് പരിമിതപ്പെടുത്തുകയാണ്. ഇനി ആളുകൾക്ക് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കില്ല. നോക്കൂ, എത്ര മനുഷ്യരാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരറിഞ്ഞിട്ടുണ്ടാവില്ല ഒരുപക്ഷെ ഇനി സമയം വൈകി എന്നുള്ളത്. ഏതായാലും യാത്ര പോയവർ യാത്ര പറയാതെ മടങ്ങിപ്പോകുമ്പോൾ അവരെ കാണാൻ വേണ്ടി ഒരു ഗ്രാമം മുഴുവൻ ഈ സ്കൂൾ അങ്കണത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇനി അവർക്ക് റംല ടീച്ചർ ഇല്ല, ഇനി അവർക്ക് അജിത ടീച്ചർ ഇല്ല, സാജിത ഇല്ല, ഇനി അവർക്ക് ഈ പ്രിയപ്പെട്ടവരാരുമില്ല. അവരൊക്കെ നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ ഒറ്റ വണ്ടിയിൽ യാത്ര പോയി 9 വണ്ടികളിൽ തിരിച്ചെത്തി. അവരൊക്കെ ഇനി മടങ്ങിപ്പോവുകയാണ്. യാത്ര പറയാതെ മടങ്ങിപ്പോവുകയാണ്. തിരിച്ചുവരവില്ലാത്തൊരിടത്തേക്ക് അവസാനത്തെ യാത്ര പോവുകയാണ്. ആ അവസാന യാത്രയിൽ അവർക്ക് യാത്രാമൊഴി നൽകാൻ വേണ്ടിയാണ് ഒരു ഗ്രാമം മുഴുവൻ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുള്ളത്. ഇതൊരു LP സ്കൂളാണ്, വളരെ ചെറിയൊരു സ്കൂളാണ്. ആ ചെറിയ സ്കൂളിൽ കുറച്ച് കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണ്. അത് ഈ ഗ്രാമത്തിന്റെ മനസ്സാണ്, അത് ഈ ഗ്രാമത്തിന്റെ മുറ്റമാണ്. അവിടെ പഠിച്ചിറങ്ങിയവരാണ് ഇവിടെ ഉള്ളവരെല്ലാം. അവിടെ പഠിച്ച് വളർന്ന് വലുതായവരാണ് ഈ ഗ്രാമം മുഴുവൻ. അങ്ങനെ പഠിച്ചിറങ്ങിയ ആളുകൾ, അത് ആബാലവൃദ്ധം ജനങ്ങൾ, അത് ജാതിമത വ്യത്യാസമില്ലാതെ അവരൊക്കെ ഈ സ്കൂളിന്റെ മുറ്റത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു. അവരൊക്കെ അണമുറിയാതെ ഇവിടേക്ക് പ്രവഹിച്ചുകൊണ്ടിരുന്നു. രാവിലെ മുതൽ ഞങ്ങളിവിടെ എത്തുന്ന ആ പുലർച്ചെ സമയം മുതൽ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഈ വാർത്ത കേട്ട നിമിഷം ഡോക്ടർ ഞാൻ നോക്കുകയായിരുന്നു. ഇവിടെ പെട്ടെന്നൊരു ആൾക്കൂട്ടം രൂപപ്പെടുകയും അവരൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് അവരെന്നെ തീരുമാനിക്കുകയും കുറെ പേര് വാൽപ്പാറയിലേക്ക് പോകുന്നു, കുറെ പേർ പൊള്ളാച്ചിയിലേക്ക്, കുറെ പേർ കോയമ്പത്തൂരിലേക്ക്, കുറെ പേര് ഇവിടെ കൂട്ടം കൂടി ഫ്രീസറുകൾ ഒരുക്കാൻ വേണ്ടി, ഇവിടെ പന്തലിടാൻ വേണ്ടി, ഇവിടുത്തെ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി, അങ്ങനെ ഈ മനുഷ്യരൊക്കെ അവരവർ നിയന്ത്രിച്ചുകൊണ്ടൊരു വലിയ നിയന്ത്രിതമായ ആൾക്കൂട്ടം എല്ലാത്തിനും വേണ്ടി ഓടി നടക്കുകയായിരുന്നു. അവരിതാ ഇപ്പോഴും ആ ഓട്ടം തുടരുകയാണ്. അവരൊക്കെ ഭക്ഷണം കഴിച്ചോ, അവരൊക്കെ വിശ്രമിച്ചോ ഒന്നും അറിയില്ല. കാരണം അവരൊക്കെ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. ഏതായാലും ഇപ്പോൾ ഈ മുറ്റം ഇങ്ങനെ ഒഴിയുന്നു. ഈ മുറ്റത്ത് കൂടി ആൾക്കൂട്ടമൊക്കെ ഇങ്ങനെ സ്കൂൾ മുറ്റത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. ഇനി വന്നു ചേരുന്നവർക്ക് കാണാൻ അവസരമില്ല എന്ന് പോലീസുകാരും വളണ്ടിയേഴ്സും ഒക്കെ വന്നു ചേരുന്നവരോട് പറയുന്നു. പ്രേക്ഷകരോട് ഈ പാങ്ങത്തുള്ള കുറുവയിലുള്ള മറ്റ് മനുഷ്യരോട് നമുക്ക് പറയേണ്ടതും ഇനിയിപ്പോൾ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാണാനുള്ള അവസരമില്ല. കാരണം ഇതിങ്ങനെ അനിയന്ത്രിതമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.